ഐ ഹേറ്റ് ദാറ്റ് സെക്രട്ടറി. കാരണം അവിടെ മനുഷ്യനെയല്ല മനസ്സിലാക്കുന്നത്, നിന്റെ രാഷ്ട്രീയം എന്തെന്നുള്ളതാണ്. വാട്ട് കൈൻഡ് ഓഫ് എ മാൻ യു ആർ. എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എന്തിനാ അങ്ങനെ പറഞ്ഞേ? സത്യത്തിൽ എനിക്ക് അവിടുത്തെ സർവീസ് അവസാനിച്ച ദിവസം വലിയൊരു ആശ്വാസം തോന്നി. ഇതേയുള്ള കിഴങ്ങന്മാരൊന്നും നമുക്ക് മുഖം നേരിട്ട് രാവിലെ കാണേണ്ട ആവശ്യം പോലും വരുന്നില്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഈ സെക്രട്ടേറിയറ്റിലെ ഭരണവർഗത്തിൽപ്പെട്ട മൃഗങ്ങളെക്കാൾ ഭേദമാണ് വളർത്തുനായ്ക്കൾ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ എന്ന് തോന്നിയിട്ടാണോ ഈ നായ്ക്കളോടുള്ള സ്നേഹം ഇത്രയധികം ഡെപ്തിൽ പോകാൻ കാര്യം? അല്ല, അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ ശരിയല്ല. നായ്ക്കൾ ബേസിക്കലി തന്നെ മനുഷ്യനുമായിട്ട് സഹവസിച്ച് ജീവിക്കാൻ വേണ്ടി പ്രകൃതി ഉണ്ടാക്കിയ ജീവികളാണ്. അത് ആ ഒരു ക്വാളിറ്റി ഒരിക്കലും മനുഷ്യന് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ഡോഗിനെ വിശ്വസിക്കാം, സ്നേഹിക്കാം, പക്ഷേ തീർച്ചയായിട്ടും മനുഷ്യനെ, എസ്പെഷ്യലി പൊളിറ്റീഷ്യനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കത് കമ്പാരിസൺ ചെയ്യാൻ പോലും സാധ്യമല്ല. ഈ സെക്രട്ടേറിയറ്റിനകത്തെ കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ താങ്കളോട് ഒരു വിമതനായതുകൊണ്ട് എല്ലാം പച്ചയ്ക്ക് പറയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഈ ഇതിനകത്തുള്ള ഈ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം, സെക്രട്ടേറിയറ്റ് പൊതുവെ അഴിമതി രഹിത മേഖലയാണ്. ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല. എസ്പെഷ്യലി ഉദ്യോഗസ്ഥ തലത്തിൽ, മന്ത്രിതലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഉദ്യോഗസ്ഥ തലത്തിൽ ഇവിടെ എല്ലാം കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിലാണെന്ന് പൊതുവെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ പറയാറുണ്ട്. പുറമെയുള്ള ആൾക്കാരുടെ കാര്യം അറിയത്തില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇത് ശരിയാണോ? അവിടെ അഴിമതി നടത്താൻ എളുപ്പമല്ല. കാരണം ഒരു ഹയറാർക്കിയാണ്. ഒരാൾക്ക് അസിസ്റ്റന്റിന് പറയാൻ പറ്റില്ല ഈ കാര്യം സാധിച്ചു തരാമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ എഴുതുന്ന കാര്യം പിന്നെ സെക്ഷൻ ഓഫീസറാണ്. അപ്പോൾ ഈ ഹയറാർക്കിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അവിടെ ഒരു അഴിമതി നടക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. പിന്നെ ഹയർ എക്കണോമിക്സിൽ അത് നമ്മൾ എന്തൊക്കെ ഒരു ഫയൽ എഴുതിയാലും അവസാനം വന്നിട്ട് അവർക്ക് പൊളിറ്റിക്കലായിട്ട് അവർക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് അഴിമതി നടക്കുന്നു എങ്കിൽ തന്നെ ഒരു ഫയലിൻ്റെ പുറത്ത് അത് ടോപ്പ് ലെവലിലാണ്, അല്ലാതെ താഴോട്ടല്ല എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഈ അടുത്തിടെ KS നടപ്പാക്കാനായിട്ട് നമ്മുടെ സർക്കാർ തീരുമാനിച്ചല്ലോ. ഇപ്പം നടപ്പാക്കിയ ആൾക്കാർ വന്നു കഴിഞ്ഞു. ഈ നടപ്പാക്കുന്ന സമയത്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക് KS പരീക്ഷ എഴുതി വകുപ്പ് തലത്തിൽ കൂടെ കയറി അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമാകാനുള്ളൊരു അവസരം അതിലുണ്ടായി. അന്ന് സെക്രട്ടേറിയറ്റിലെ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇതിനെ നഖശിഖാന്ത എതിർത്തു. അവർ പറയുന്നത് നമ്മുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇരുന്ന ആൾക്കാർ അഴിമതിയുടെ രുചി നുണഞ്ഞവരാണ്. ഇവർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും മലീമസപ്പെടും. ശരിയാണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവിടെ ഇരുന്നത് കൊണ്ട് മലീമസപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ട്. സെക്രട്ടേറിയറ്റിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ കാണും. അതുകൊണ്ട് ബേസിക്കലി അവർ അതിനെ എതിർത്തത് അവരുടെ പ്രൊമോഷൻ സാധ്യതകൾ നഷ്ടം വരുമെന്നുള്ളതാണ്, അല്ലാതെ ഇവർ വരുന്നത് കൊണ്ട് അല്ല. ഉള്ളിലെ ഭയം പ്രൊമോഷൻ പോകുന്നുള്ളതാണ്. പക്ഷേ പുറമേ പറയുന്നത് ഇതാണ്. അല്ലാതെ അതിന് വേറെ റീസണൊന്നുമില്ല. കേസൊക്കെ നേരത്തെ തന്നെ വരേണ്ടതാണ്. താങ്കൾ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. ഞാനൊന്നൊരു IAS ഓഫീസറായിരുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ KS അന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഷുഡ് ഹാവ് ബീൻ IAS ഓഫീസർ. പറഞ്ഞിട്ട് കാര്യമില്ല. കർണാടകയിലൊക്കെ നമ്മളെ ബാച്ച് മാറ്റ്സ് പോലെ ഇപ്പോൾ IASകാരുണ്ട്. ഇപ്പോൾ അവിടുത്തെ DGP, തമിഴ്നാട്ടിലെ DGP ഹീസ് ആൻ എക്സർസൈസ് മാൻ. നേരത്തെ പറഞ്ഞില്ലേ, എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ എവിടെയും ചെന്നെത്താൻ സാധിക്കും. ഈ ഫയൽ നീക്കമൊക്കെ പൊതുവെ ഈ എന്താ പറയുക, പലപ്പോഴും കാര്യക്ഷമമായിട്ട് നടക്കാറില്ല എന്ന് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് പലരും പറയാറുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ? ഞാൻ കണ്ട കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മിക്കവാറും അവിടെ വരുന്ന ഫയലുകളെല്ലാം തന്നെ ഒരു നിയമത്തിൻ്റെ ഒരു അംശം കാണുന്ന ഫയലുകളായിരിക്കും. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് LLB ഒരു ക്വാളിഫിക്കേഷനെ അല്ല. അപ്പം അവർ വലിയ യുദ്ധത്തിൻ്റെയും കാര്യങ്ങളും മറ്റതും മറിച്ചതൊക്കെ പഠിച്ചുകൂടെ വന്നതിന് ശേഷം അവർ ജസ്റ്റ് ഒരു കേസ് വരികയാണ്, ഒരു റിപ്പറ്റീഷൻ്റെ ഒരു നോട്ടീസ് സെക്രട്ടേറിയറ്റ് കിട്ടിയ അപ്പോഴും ഭയക്കും അവിടുത്തെ അസിസ്റ്റന്റുമാർ. എന്താണ് ഏതാണെന്ന് ഈ WP(C)യുടെ അർത്ഥം പോലും അറിയാത്ത ജോയിൻറ്റ് സെക്രട്ടറിയുടെ എനിക്കറിയാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, മാഡം ഇത് അതിൻ്റെ അർത്ഥം അറിയാം. റിപ്പറ്റീഷൻ, ഞാൻ C എന്താ അത് അറിയില്ല എന്ന് പറഞ്ഞ കേസുകൾ ഇവരെ ഉണ്ട്. അപ്പോൾ ഇവർ ഒരു നോട്ടീസ് ഒന്ന് കൈൻഡ്ലി ചെയ്ത നോട്ടീസ് റിസീവ്ഡ് ഫ്രം ദ രജിസ്ട്രാർ ഓഫ് ഹൈക്കോർട്ട് സബ്മിറ്റ് ഫോർ ഓർഡേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ഈ ഫയലിനെയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഒരു 20% റിയലി ക്വാളിഫൈഡ് ആണ്. അതിൻ്റെ തോളിൽ മാത്രമാണ് ഈ സംഗതിയൊക്കെ നടന്നു പോകുന്നത്. ബാക്കിയുള്ള കുറേ പേർക്കെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സംഘടനാ പ്രവർത്തനമാണ്, അല്ല ഫയൽ എഴുത്തും കാര്യവും ഒന്നും അല്ല അവർക്ക് പ്രശ്നം. അവർ സീറ്റിലുണ്ടെങ്കിൽ കൊള്ളാം. അവിടെ നമ്മൾ എയർഫോഴ്സിലൊക്കെ ഒരു നമ്പർ, നമ്മുടെ സർവീസ് നമ്പർ സീനിയർ ആണെങ്കിൽ വി ഹാവ് ടു ഗീവ് റെസ്പെക്റ്റ്. ഇവിടെയൊക്കെ വെറും ക്ലാസ് 4 ജീവനക്കാർ അഡീഷണൽ സെക്രട്ടറിയൊക്കെ വലിച്ചു കയറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? സത്യത്തിൽ എനിക്ക് അവിടുത്തെ സർവീസ് അവസാനിച്ച ദിവസം വലിയൊരു ആശ്വാസം തോന്നി.
ഇതേയുള്ള കിഴങ്ങന്മാരെയൊന്നും നമുക്ക് മുഖം നേരത്തെ രാവിലെ കാണേണ്ട ആവശ്യം പോലും വരുന്നില്ലല്ലോ. അവിടെ ഇറങ്ങി ഓടുകയായിരുന്നു. ഐ ഹേറ്റ് ദാറ്റ് സെക്രട്ടറി. കാരണം അവിടെ മനുഷ്യനെയല്ല മനസ്സിലാക്കുന്നത്. നിന്റെ രാഷ്ട്രീയം എന്തെന്നുള്ളതാണ്. വാട്ട് കൈൻഡ് ഓഫ് എ മാൻ യു ആർ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. നിന്റെ രാഷ്ട്രീയം നമ്മൾ CPM-ൻ്റെ ആണെങ്കിൽ അവർക്ക് കോൺഗ്രസിനെ കണ്ടുണ്ട്, കോൺഗ്രസിന് സംഘിയെ കണ്ടുകൂടാ. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ലോകമാണ് ഈ സെക്രട്ടേറിയറ്റ്. അവസാനം പക്ഷേ എനിക്ക് IG രജിസ്ട്രേഷൻ ഓഫീസിൽ വെളിയടിച്ചതാണ്. അവിടെ പോയി നല്ല ഓഫീസായിരുന്നു, എല്ലാവർക്കും നല്ല സഹകരണമായിരുന്നു, സന്തോഷം സ്നേഹമായിട്ട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞത് IG രജിസ്ട്രേഷൻ ഓഫീസിൽ ഫിനാൻസ് ഓഫീസറായിട്ടായിരുന്നു. അവിടെ നിന്നാണ് പെൻഷനാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി കുറച്ചാൾ മുന്നേ പറഞ്ഞൊരു കാര്യം എനിക്ക് പ്രിസൈസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2016 അദ്ദേഹം അധികാരമേറ്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിന് ഞാൻ സാക്ഷിയായിരുന്നു. യെസ്, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഓർമ്മപ്പെടുത്താൻ സാഹചര്യം സെക്രട്ടേറിയറ്റിൽ ഉണ്ട്. കാരണം താങ്കൾ പറഞ്ഞു അവിടെ എല്ലാം കൃത്യമായൊരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൽ അധിഷ്ഠിതമായേ പ്രവർത്തിക്കൂ എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എന്തിനാ അങ്ങനെ പറഞ്ഞേ? അല്ല, അവിടെ അപ്ലൈ ചെയ്യുന്ന മൈൻഡാണ് പ്രശ്നം. സിസ്റ്റമുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ കുളമാക്കാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും ഉള്ളത്. ഇതെങ്ങനെ കൊടുക്കാതിരിക്കുക. അതായത് സർക്കാരിൻ്റെ, അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധനകാര്യ വകുപ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ഒരു 10 രൂപ കിട്ടാനുണ്ടെങ്കിൽ അതിനെ എങ്ങനെ 3 രൂപയാക്കി കുറയ്ക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ആ ഫയൽ കയ്യിലെടുക്കുന്നത് തന്നെ. അല്ല, ആ ഫയലെടുത്ത് നോക്കിയിട്ട് എന്താണ് പ്രശ്നം, ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അവൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവന് നാം എന്താണ് കൊടുക്കേണ്ടത് എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്കെതിരെ കേസ് കൊടുത്തില്ലേ? അതായത് ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പെറ്റീഷൻ കൊടുക്കുന്നത് നമ്മുടെ മൗലികാവകാശങ്ങൾ ഹരിക്കപ്പെടുമ്പോഴാണ്. അവിടെ നിന്ന് ഒരു കോടതി അതിൻ്റെ പുറത്തൊരു ഡയറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമുക്ക്, അതായത് സർക്കാരിനെതിരെ കേസിന് പോയവരാണ് അവൻ്റെ കഞ്ഞികൂടി മുട്ടിക്കണം. ഇങ്ങനെയൊക്കെ വരെ എന്നോട് സംസാരിച്ചിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. എനിക്ക് സത്യമായി ലജ്ജ തോന്നുന്നുണ്ട്. ഇവർക്ക് ഫണ്ടമെൻ്റലായിട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് എന്തറിയാം? സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ 4 സെക്രട്ടേറിയറ്റ് ഉണ്ട്. GID ഉണ്ട്, ലോ ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ദെൻ ഫിനാൻസ് ഉണ്ട്. താങ്കൾ ആ ഫിനാൻസിൻ്റെ ഭാഗമായിരുന്നു. ഈ ഫിനാൻസിലുള്ളവർക്ക് ഇച്ചിരി കൊമ്പ് കൂടുതലാണ് എന്നുള്ളൊരു പറച്ചിൽ പൊതുവെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ തന്നെ പറയാറുണ്ട്. കാരണം നമ്മുടെ തലയിൽ കൂടെ എല്ലാം പോകത്തുള്ളൂ. ഏത് ഫയൽ വന്നാലും ഫിനാൻസിൽ വന്ന് വെട്ടി ചെയ്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാങ്കേതികത്വം ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും കയറി ഉടക്കിടും, എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളിലും അവർ കൊറിയിട്ട് കളിക്കും. പക്ഷേ ഫിനാൻസിൽ അടിമുടി ധൂർത്താണ്. ശരിയാണ്. അതാണല്ലോ ഇവിടുത്തെ എല്ലാ നമ്മളെ ഒരു ചട്ടി ഇങ്ങോട്ട് സമരം നടത്തിയ ആ അമ്മച്ചിക്കും അറിയാമല്ലോ നമ്മുടെ സെക്രട്ടറികൾക്ക് എന്താണ് നടക്കുന്നത്, നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്. ധൂർത്ത് അവർ തന്നെ ഒരു മാർഗം കാണിച്ചു കൊടുക്കില്ലേ, എങ്ങനെയാണ് ധൂർത്ത് നടത്തേണ്ടത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും ടീമും തന്നെ കാണിച്ചു കൊടുക്കുക. ഈ മുഖ്യമന്ത്രിയുടെ കാലത്തല്ല, അതിന് മുൻപും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അന്നും സെക്രട്ടേറിയറ്റിൽ ഫിനാൻസിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴേ ഇപ്പോൾ അർത്ഥം മാറിക്കൊടുത്തിരിക്കും. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ രാജ്യ നന്മയെ സംബന്ധിക്കുന്നതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് രാഷ്ട്രീയപ്പെട്ടായാലും ആ ഒരു ഇതല്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം, നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടത്തണം, 10 തലമുറയ്ക്ക് 100 തലമുറയ്ക്ക് അവിടെ ഉണ്ടാക്കണം, ഇതൊക്കെയാണല്ലോ അവരുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഭരണഘടന തൊട്ട് സത്യം ചെയ്താലും അവരുടെ മനസ്സിലൊന്നുമില്ല. ഈ സെക്രട്ടേറിയറ്റിലെ ദൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ, എസ്പെഷ്യലി ധനകാര്യ വകുപ്പിലെ ദൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ, താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ലോട്ടറി വകുപ്പിലും പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊക്കെ ഡെപ്യൂട്ടേഷനിലേക്കൊക്കെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് പുറത്ത് നിർത്താനായിട്ട് പല സ്ഥലങ്ങളിൽ വിട്ടിട്ടുണ്ട്, പല ഓഫീസുകൾ. ഇവിടെയല്ല ഈ ഫിനാൻസർ ഓഫീസർ തസ്തിക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഇവരുടെ പ്രൊമോഷൻ സാധ്യതകൾക്ക് വളമൊരുക്കാൻ വേണ്ടി വെട്ടിപ്പിടിച്ചെടുത്തതാണ് ഇതെല്ലാം എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? തീർച്ചയായിട്ടും ആണെന്ന്. ഞാൻ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഏകദേശം 110ഓളം PSUs എൻ്റെ അടിയിലുണ്ടായിരുന്നു. അതിൽ മലബാർ സിമെൻറ്റ് മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. മറ്റുള്ളതൊക്കെ വർഷാവർഷമായി എന്നും നഷ്ടം. അതായത് ഈ പൊളിറ്റിക്കൽ താപ്പാനകളെ സംരക്ഷിക്കുക. എന്നിട്ട് മോഡി വല്ലതൊക്കെ വിറ്റ് പറക്കി കഴിഞ്ഞാൽ കുറ്റം പറയുകയും ചെയ്യും. ഈ കേരളത്തിലുള്ള PSUസിൽ നഷ്ടത്തിൽ നടക്കുന്ന കാലാകാലമായി നഷ്ടത്തിൽ നടക്കുന്ന ഇതൊക്കെ അങ്ങ് അബോളിഷ് ചെയ്താൽ തന്നെ കേരളം ഒന്ന് ശ്വാസം വിടാൻ പറ്റും. കോടാനുകോടി രൂപയാണ് ഒരു ഉപയോഗവുമില്ലാതെ കുറേ രാഷ്ട്രീയക്കാർക്ക് അവരുടെ പ്രതിനിധികളൊക്കെ ഇരുത്താൻ വേണ്ടി ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആയിട്ട് നടക്കുന്നു. തോറ്റ MLA-മാരെ ഇരുത്താനൊരിടം എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. പക്ഷേ ഇതൊന്നും നമ്മുടെ പൊതുജനം അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ധൂർത്തും ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് അതിൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് പൊതുവേ അഴിമതി കുറഞ്ഞൊരിടമാണെന്ന് പറയുന്നു, അതേസമയം സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് എങ്ങനെ പാരപണിയാമെന്ന് ഒരു വിഭാഗം ഗവേഷണം ചെയ്യാം. എല്ലാ ഉദ്യോഗസ്ഥരെ അടച്ചാക്ഷേപിക്കുന്നതല്ല, ചുരുങ്ങിയൊരു വിഭാഗം ഉദ്യോഗസ്ഥരെങ്കിലും അങ്ങനെയാണ്.
അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ ഇത് അഴിമതി തന്നെയല്ലേ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമല്ലേ, ഗുങ്കല്ലേ? തീർച്ചയായിട്ടും ആണ്. ഇവിടെ സെക്രട്ടറി ജോലി കിട്ടുന്നത് വരെ ഇതേ അഭിപ്രായം വെളിയിൽ നിന്ന് പറഞ്ഞിട്ടായിരിക്കും അകത്ത് കയറുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഫ്ലാറ്റ് കംപ്ലീറ്റ് മാറ്റും. അതിനകത്ത് കയറി ജീവിക്കണമെന്നുണ്ടെങ്കിൽ യൂണിയൻകാരനായേ പറ്റൂ. ഇല്ലെങ്കിൽ നല്ല നട്ടല് വേണം എന്നെ പോലെ. പക്ഷെ താങ്കളെ ഓടിച്ചില്ലേ ഇവിടെ എവിടെ ബൊട്ടാണിക് ഗാർഡിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഞാൻ ലൈഫിനെ കാണുന്ന രീതി ഐ എൻജോയ് ദാറ്റ്. ഇത്രാമത്തെ വയസ്സിൽ ഹവർസാക്കൊക്കെ ഇട്ട് ബൈക്ക് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ഒരു പയ്യനായിട്ട് മാറില്ലേ. നമ്മൾ ആർക്കും അറിയണം, വിട്ടുപോകും, നല്ല രാവിലെ നല്ല ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റും, വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റും. അത് പുതിയ അനുഭവമായിരുന്നു. താങ്കൾ യൂണിയൻകാരെങ്കിലും കൈവച്ചിട്ടുണ്ടോ? ഇല്ല, അടിയൊന്നും കിട്ടിയിട്ടില്ല. കയ്യിലിരിപ്പ് വെച്ചിട്ട് കിട്ടേണ്ടതാണ്. അല്ലല്ല, കിട്ടിയിട്ടില്ല. ആ ദൈവത്തെ വിശ്വസിക്കുന്നതായാലും ആരോ സഹായിച്ചതുകൊണ്ടായിരിക്കാം അടി കിട്ടിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.